ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി പലർക്കും അറിയുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഇതിൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കുള്ള ഒരു പ്രോബ്ലമാണ് അത് ഹാർഡായി പോവുക, ഭയങ്കര കഴിക്കുന്ന സമയത്ത് നല്ല ബലം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിരിക്കാനുള്ള രണ്ട് നല്ല സൂപ്പർ ടിപ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഴുവനായിട്ടാണ് ബീഫ് എടുക്കേണ്ടത്. ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല പീസുകൾ നോക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ പാട പോലെയുള്ള പീസൊന്നും എടുക്കാതിരിക്കുക. നല്ല ഫ്ലഷി ആയിട്ടുള്ള പീസുകൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ടൊരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് കുക്ക് ചെയ്യരുത്. ഒരു 3/4 ഭാഗത്തോളം വേവാവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ബീഫിനൊരു ഏകദേശം 80% വേവ് മതി കേട്ടോ. മുഴുവനായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ, ഇതുപോലെ നല്ല ബലത്തിൽ കിട്ടണം. അപ്പോൾ പകുതിയിലധികം കുക്കാവണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. എന്തായാലും ഒരു 3/4 ഭാഗത്തോളം കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ചില്ലി നല്ല സോഫ്റ്റായി കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ മുന്നേ എൻ്റെ ഒരു കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവിടെ ഞാനൊന്നും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നാരുണ്ടാവുമല്ലോ, ഈ ഒരു ലൈനുകൾ ആ ഒരു ബീഫിൻ്റെ പീസുമുള്ള അതിങ്ങനെ നീളത്തിലാണെങ്കിൽ അതേ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാതെ നമ്മളത് ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു ലൈനുകൾ ക്രോസായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്കെപ്പോഴും സുഖമായിട്ട് തോന്നുക ഇങ്ങനെ ഈ ലൈനുള്ള ഭാഗത്തേക്ക് തന്നെ കട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുക. അപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഇങ്ങനെ മുറിക്കുമ്പോൾ ആ ഒരു ലൈനിൻ്റെ ഭാഗത്ത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബീഫ് ചില്ലി, ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതുകൊണ്ട് ചില്ലി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോണത്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഒരു ബലമായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഉള്ളിലെ ആ ഒരു ആരുകൾ, ആ ഒരു ലൈൻസ് ശരിക്കും ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ലൈനുള്ള വശത്തോട്ട് തന്നെ കട്ട് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കിങ്ങനെ എല്ലാ ഇതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇനി വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഒരു ടിപ്പും കൂടെ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. അത് ഈ 2 ടിപ്പും ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബീഫ് ചില്ലി സോഫ്റ്റായിട്ട് കിട്ടുക. ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക, ഒഴിവാക്കരുത് ആ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കാം. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം ആ ഒരു ബീഫ് വേവിച്ച സ്റ്റോക്ക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ പീസുകൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ചിട്ട് നമ്മൾ ഈ ചേർക്കുന്ന മസാലകളുടെ അളവിൽ ചെറുതായിട്ട് വ്യത്യാസം വരുത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ചട്ടിയിലൊക്കെ. അപ്പോൾ ഒരു പാകത്തിന് മാത്രം, ഇപ്പോൾ ഒരു 3/4 കിലോയിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ ഒരു മസാലകളൊക്കെ.
അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഇനി ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടരുത്. കുറച്ചിങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഒന്നിച്ചെല്ലാം കൂടെ കട്ട പിടിച്ച പോലെയാവും. നമ്മൾ ആ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ ബീഫ് ആയതുകൊണ്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, കോൺഫ്ലവർ ഈ ബീഫിൽ വരുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വിട്ടിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ, അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ആക്കി കൊടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ഹാർഡായി പോകും, ഉള്ളിൽ വെന്ത് കിട്ടില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ സമയം ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഒരു 3-4 മിനിറ്റ് മാത്രമേ ഇതിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ടൈം ഒരിക്കലും വെക്കരുത്. 4 മിനിറ്റ് കൂടിപ്പോയാൽ 4 മിനിറ്റ് മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഈ ഒരു ചില്ലി ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ്ങും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുക്കിംഗ് ടൈമും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചില്ലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്സ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചില്ലി നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരുപാട് തവണ പരീക്ഷിച്ച് നോക്കിയതാണ്. ആദ്യമൊക്കെ ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും അത് ഹാർഡായിട്ടാണ് കിട്ടിയിരുന്നത്. കഴിക്കുന്ന സമയത്ത് എങ്ങനെയായാലും അതൊരു ബലം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാൻ തുടങ്ങിയിടത്ത് നിന്നിട്ടാണ് കേട്ടോ ചില്ലി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത്. നമുക്ക് ഫൈനലായിട്ട് ഇതിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരാം, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആവാനുള്ളൊരു ടിപ്പ് പട്ടാമ്പിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. അവിടെ നിന്ന് ഒരു പ്രാവശ്യം ചില്ലി കഴിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ചില്ലി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്പാണത്, ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അതിന് ശേഷമാണ് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്